ജോലിക്ക് പോയി അല്ലേ മമ്മി? പോണ്ടാന്ന് നീ വിലക്കിയിരുന്നോ? ഞാനെന്തിനാ വിലക്കുന്നേ? മമ്മി പറഞ്ഞിട്ടുണ്ടല്ലോ. സൂര്യ കൊടുക്കുന്ന ധൈര്യത്തില് ഇപ്പൊ എന്തും ചെയ്യാന്നായിട്ടുണ്ട് അവൾക്ക്. ഇതിങ്ങനെ വിട്ടുകൊടുക്കാന്നാണോ മമ്മി ഉദ്ദേശിക്കുന്നത്? വിട്ടുകൊടുക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറയാൻ നീയൊക്കെ എപ്പോഴും കാണും. പക്ഷെ എപ്പോഴെങ്കിലും സൂര്യയുടെ നേർക്ക് നിന്ന് സംസാരിക്കേണ്ടി വരുമ്പോ ഒരു വാക്ക് നീ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അത് പിന്നെ എന്തെങ്കിലും പറഞ്ഞ സൂര്യ വയലന്റ് ആവും. അവൻ പ്രായവും നോക്കില്ല, സ്ഥാനവും നോക്കില്ല. അപ്പോ അനുഭവിക്കാനുള്ളതെല്ലാം ഞാൻ തനിച്ച് അനുഭവിക്കട്ടെ എന്ന് അല്ലേ? അങ്ങനെയല്ല മമ്മി. അവളുടെ ഉദ്ദേശം എന്താന്നാ എനിക്ക് മനസ്സിലാവാത്ത. മുൻപൊക്കെ അവൾക്ക് മമ്മിയെ ചെറുതായിട്ടെങ്കിലും പേടിയുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അതിന്റെ കാരണം നിന്റെ ആങ്ങളയാ. പിന്നെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ലെന്ന് അച്ഛനും പറഞ്ഞു പഠിപ്പിച്ച. ധിക്കരിക്കാൻ എളുപ്പമാണല്ലോ അവർക്ക്. മമ്മി ഒരു കാര്യം ചെയ്, വിവേകിനെ വിളിച്ച് സംസാരിക്ക. അവന്റെ വീട്ടിലാണല്ലോ ഇന്നവള് പോയത്. വിവേക് മമ്മിയുടെ സ്റ്റാഫല്ലേ? അവൻ നമ്മുടെ കമ്പനി സ്റ്റാഫാണെങ്കിലും സൂര്യയുടെ സുഹൃത്തു കൂടിയാ. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞ ആ നിമിഷം തന്നെ അവിടെ സൂര്യയുടെ ചെവിയിലെത്തും. പിന്നെന്താ സംഭവിക്കാം? അത് സത്യ. അല്ല മമ്മി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? കുറച്ച് ചീപ്പാണ്. ഗൗരവമുള്ളതൊക്കെ നിന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ? കേക്കട്ടെ. അല്ല, അവളുമാരുണ്ടാക്കുന്ന ഫുഡുണ്ടല്ലോ, അതിലെന്തെങ്കിലും മായം കലർത്തിയാലോ? ആളുകൾക്ക് അപകടം പറ്റുന്ന രീതിയിൽ. അവളുമാര് അവരുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തില് നീ ചെന്ന് മായം കലർത്തു? അതൊന്നും നടക്കില്ല. അതുമാത്രല്ല, വേറൊരു കാര്യം കൂടി എനിക്ക് പേടിയുണ്ട്. അതെന്താ? അവൾ ഉണ്ടാക്കുന്ന ഫുഡ് നീ കഴിച്ചിട്ടുണ്ടല്ലോ. കഴിക്കുന്നവരൊക്കെ നല്ല അഭിപ്രായം പറയും. ഓഹ്, ഇപ്പൊ അവള് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു അഭിപ്രായം വന്നാ പിന്നെ ഈ സ്ഥലത്തെ ഓൺലൈൻ മീഡിയാസിന്റെ ഭ്രാന്ത് എന്താണെന്നറിയാലോ. ക്യാമറയും തൂക്കി അവര് രുചി തേടി നടക്കുക. അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും, ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നഗരത്തിലെ ടേസ്റ്റിന്റെ അവസാന വാക്കെന്നൊക്കെ അങ്ങോട്ട് പറയും. മിത്ര മാഡത്തിന് ബോറടിച്ചോ? ഏയ്, ഞാൻ നിങ്ങളുടെ ജോലിക്ക് തടസ്സമാകുന്നില്ലല്ലോ. ഒരു തടസ്സമില്ല. മാഡം അവിടെ ഇരുന്നോളൂ. ഇനി ഞങ്ങക്ക് നല്ല തിരക്കാ കേട്ടോ. അതുള്ളതാ മമ്മി. പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരുത്ത് അന്വേഷിച്ച് വന്ന പറഞ്ഞു കൊഴിപ്പിക്കാൻ സൂര്യയുണ്ട്. ചരിത്ര കഥകൾ ഒരുപാടുണ്ടല്ലോ അവൾക്ക്. നാട്ടിലെ വീരസാഹസ കഥകള്, 1000 കണ്ണിയിൽ ജയിച്ചത്, വൈഷ്ണവി ദേവിയുടെ കൂടെ നൃത്തം ചെയ്തത്. നിർത്ത്. എല്ലാം കൂടെ കേട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കാം. അവക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയൊന്ന് കടന്നു പോയാ മതിയായിരുന്നു. ഇതൊക്കെ ഒന്ന് അവസാനിച്ച് കണ്ടാ മതിയായിരുന്നു. മമ്മി ടെൻഷൻ ആവാതെ. ചില നേരത്ത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവള് ചെന്ന് ചില അപകടങ്ങളിൽ ചാടാറില്ലേ?
അതുപോലൊരെണ്ണം ഈ കാര്യത്തിൽ വരുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. മിത്ര മാഡം, ഫുഡ് റെഡിയാ, കഴിക്കാൻ എടുക്കട്ടെ? ഏയ് വേണ്ട നന്ദിനി, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കഴിച്ചിട്ടേ ഞാൻ വിടും. അത് ഈ നേരത്ത് ഭക്ഷണം കഴിക്കുന്ന ശീലം എനിക്കില്ല. ഇതിലെ ശീലത്തിന്റെ പ്രശ്നം എന്താ? 1 or 2 എണ്ണം കഴിക്കാം, എന്നിട്ട് എന്താ വരുന്നതെന്ന് നോക്കാം. വേണ്ട നന്ദിനി. ആരുടെ ഒന്നും പറയാത്തത് കൊണ്ടാ മിത്ര മാഡം ഒന്നും കഴിക്കാത്ത. കഴിക്ക്, എന്നിട്ട് അഭിപ്രായം കൂടി പറഞ്ഞിട്ട് പോയാ മതി. ഓ, നിങ്ങളുടെ ഫുഡിനെ കുറിച്ച് അഭിപ്രായം ഒന്നും പറയേണ്ട കാര്യമേ ഇല്ല. എന്തായാലും അത് നന്നായിരിക്കും. ആ എന്നല്ലേ കഴിച്ചിട്ടല്ല അത് മാഡത്തിന് വിടുന്ന പ്രശ്നമില്ല. നന്ദിനി, ഇന്നലെ എനിക്കൊരു പാഴ്സൽ എടുത്തു തന്നാ മതി. ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് എനിക്ക് വിശപ്പ് വരുമ്പോ കഴിച്ചോളാം. ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആരതി, ഒരു കാരിയർ എടുത്തിട്ട് വാ. എന്താ മണം! ഇപ്പൊ തന്നെ നാവില് വെള്ളം ഊറാൻ തുടങ്ങി. നിങ്ങളുടെ രണ്ടുപേരുടെ കച്ചവടം ഉണ്ടല്ലോ, വളർന്ന് വളർന്ന് വലിയ പ്രസ്ഥാനമായി മാറട്ടെ. ഈ ബാംഗ്ലൂരൊക്കെ 1-2 പേരുണ്ട് കോടിക്കണക്കിന് ഇഡലി ഒരു ദിവസം വിൽക്കുന്ന. അങ്ങനെ ചരിത്രമായ ആളുകള്. ആര് പറഞ്ഞു നാളെ ആരതിയും നന്ദിനിയും അങ്ങനെ ഒരു സ്ഥലത്ത് എത്തില്ല എന്ന്? നന്ദിനി, ഇടിയപ്പം മാത്രം മതി. ആ ആ നന്ദിനി, ഈ ആരതി ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ ഞാൻ വിളിക്കാം കേട്ടോ. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടില് ഫംഗ്ഷൻസിനൊക്കെ നല്ല ഓർഡർ ഉള്ളതാ. നല്ല കമ്മീഷൻ തരാമെങ്കിൽ ഞാൻ പിടിച്ചു തരാം. എന്നാ ഞാൻ പോട്ടെ നന്ദിനി. ഞാൻ വരാം മാഡം. വേണ്ട വേണ്ട, നിങ്ങളുടെ ജോലിയൊക്കെ നടക്കട്ടെ, ഞാൻ പോയിക്കോളാം.